ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ ബിസിനസ് ആരൊക്കെ സക്സസ് ആക്കിയിട്ടുണ്ടോ ആ സക്സസ് ആക്കിയവരുടെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിക്കണം. അതിന്റെ പിറകിലേക്ക് നിങ്ങളൊന്ന് സഞ്ചരിക്കണം. അങ്ങനെ നിങ്ങൾ പിറകിലേക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഏത് അവരുടെ കൂടെയാണോ അവരുടെ ഫാമിലി നിന്നിരിക്കുന്നത്, ആ ഫാമിലി കട്ട സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ആളുകൾ മാത്രമേ ഈ ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ളൂ. അതിലൊരു സംശയമില്ല. ആ ഫാമിലിയുടെ ആദ്യാക്ഷരം എന്ന് പറയുന്നത്, ബാലപാഠം എന്ന് പറയുന്നത് ഹോം മീറ്റിംഗാണ്. നിങ്ങൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മാത്രമേ ബിസിനസ് ബോധ്യപ്പെട്ടിട്ടുള്ളൂ, മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാലും ഇല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനെ ഇരുത്തിക്കൊണ്ട് നിങ്ങളുടെ ലീഡർ വെച്ചുകൊണ്ട് നമ്മൾ ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് പറയുന്നത് ഹോം മീറ്റിംഗാണ്. ആ ഹോം മീറ്റിംഗ് നിർബന്ധമായിട്ട് നടത്തിയിരിക്കണം. അത് ഞാൻ FSSന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് ഈ പ്രോഗ്രാം അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊരു ബിസിനസ്സുകാരനാണ് എന്ന് നമ്മളുടെ ഫാമിലിക്ക് തോന്നൂ. ചെയ്യുന്ന ബിസിനസ്, ചെയ്യുന്ന പ്രൊഡക്റ്റ്, കഴിക്കുന്ന പ്രൊഡക്റ്റ്, കൊടുക്കുന്ന പ്രൊഡക്റ്റ്, ഇനി കിട്ടുന്ന വരുമാനം, ഇതൊക്കെ തന്നെ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഇറങ്ങിയില്ലെങ്കിലും നമ്മൾ ഇറക്കാൻ നമ്മളെ ഫാമിലി ഉണ്ടാവും. അവർക്ക് ഈ ബിസിനസ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് മാറ്റി നിർത്തരുത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടീം ബിൽഡിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് GTS എന്ന് പറയുന്നത്. GTS എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഒരു കാരണവശാലും മാറ്റി വെക്കാൻ പറ്റാത്ത. ഏത് ഒരാഴ്ചയിൽ 4 GTS സെന്ററുകളെങ്കിലും സന്ദർശിച്ചിരിക്കണം, 4 എണ്ണമെങ്കിലും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്പനി നടത്തുന്ന ഒരു GTS സെന്ററെങ്കിലും എന്താണ് 2 GTS സെന്ററുകളും നമ്മൾ സന്ദർശിച്ചിരിക്കണം. 2 GTS. കാരണം എന്താന്ന് പറഞ്ഞു നോക്കിയാൽ, താമരശ്ശേരി ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ട്. അതൊരു ഏരിയ വൈസ്ഡ് എന്താണ് GTS ആണ്. അപ്പൊ അതുപോലെയല്ല കോഴിക്കോട് നടക്കുന്ന മീറ്റിംഗ്. ആ കോഴിക്കോട് നടക്കുന്ന മീറ്റിംഗിൽ പുതിയൊരു ഗസ്റ്റിനേക്കാൾ കൂടുതൽ നമ്മൾ അവിടെ ഗസ്റ്റിനെ എത്തിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ പ്രാധാന്യം. ഗസ്റ്റിനേക്കാൾ കൂടുതൽ നമ്മളെ ടീമിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ ടീമിൽ ഒരു ബിലീഫ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ബിലീഫാണ് പിന്നീട് ബിസിനസ്സായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടങ്ങളുടെ ഇടയിൽ നമ്മളറിയാത്ത ഒരു ഉപബോധ മനസ്സിലേക്ക് ബിസിനസിന്റെ ഒരു ബിലീഫ് കടന്നുകൂടും. ആ ബിലീഫ് നാളുകളിൽ വലിയ ഒരു അപാരമായ ഒരു വളർച്ച ഉണ്ടാക്കും. ഒരു സംശയ കാര്യത്തിലില്ല. അപ്പൊ ഒന്നാമത്തെ ഹോം മീറ്റിംഗ് ആണെങ്കിൽ, രണ്ടാമത്തെ കാര്യമാണ് എന്തെന്ന്, GTS സെന്ററുകൾ ഉപയോഗിക്കുക. GTS സെന്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തത് ആണ് 1-to-1 എന്ന് പറയുന്ന കാര്യം. അതായത് ഹോം മീറ്റിംഗിൽ പങ്കെടുക്കാത്ത, GTSന് വിളിച്ചിട്ട് കിട്ടാത്ത മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. ആ മൂന്നാമത്തെ വിഭാഗത്തിന് സാധാരണഗതിയിൽ ലീഡേഴ്സ് പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഒടുക്കത്തെ കൊടുക്കുക എന്നതിന് പറയാം. ഹോം മീറ്റിങ്ങിന് വിളിച്ചിട്ട് വന്നില്ല, GTSന് വിളിച്ചിട്ട് വരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് 1-to-1 എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളിലൂടെയാണ് ആളുകൾ നമ്മളുടെ ടീമിലേക്ക് എത്തുന്നത്, നമ്മോടൊപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലൊരു സംശയമില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആളുകളെ എടുത്തു കഴിഞ്ഞാൽ, അതിപ്പം താമരശ്ശേരി മീറ്റിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ അറിയാം, അല്ലെങ്കിൽ ഉമർ സാറിന്റെ മറ്റുള്ള എല്ലാ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടാൽ അറിയാം. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99% ആ ടീമിലേക്ക് ആളുകൾ എത്തിയിരിക്കുന്നത് പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ടാണ്. അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താണ്, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അത് ബൂമറാങ് പോലെ തിരിച്ചടിക്കും. അതായത് നമ്മളിലേക്ക് തന്നെ കടന്നു വരും. അത് പോസിറ്റീവായി എടുത്താൽ മതി. സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ എന്തോ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചടിക്കും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ പറയാറ്. പക്ഷെ നമ്മളുടെ ഇവിടെ റീറ്റെയിലിംഗ് നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അത് നിരന്തരമായിട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് ബിസിനസ് എന്നുള്ള രൂപത്തിൽ നമ്മളിലേക്ക് തന്നെ തിരിച്ചടിക്കും. അങ്ങനെയാണ് ഏകദേശവും നല്ല ഒരു ടീം ഡെവലപ്മെന്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൊഡക്റ്റിലുള്ള വിശ്വാസത്താലെയാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതായത് ഹോം മീറ്റിംഗ് ഒഴിവാക്കാൻ പറ്റില്ല, GTS ഒഴിവാക്കാൻ പറ്റില്ല, 1-to-1 ഒഴിവാക്കാൻ പറ്റില്ല, റീറ്റെയിലിംഗ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു സാധനമാണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം നമുക്ക് താൽക്കാലിക വരുമാനവും കാര്യങ്ങളൊക്കെ തന്നെ ആ കാര്യങ്ങൾ ചെയ്യും. ഇത് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു സംശയവും നമുക്ക് വേണ്ട, ലീഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി നമുക്ക് നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ആ ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ആശങ്കയിലേക്ക് ആളുകൾ കടന്നുകൂടുന്നുള്ളതാണ്. കാരണം നമ്മളെ കൂടെ 5-10 ടീം വരുന്ന സമയത്ത് ഇതെന്ത് ചെയ്യണം എന്നുള്ളത് വളരെ ആശങ്കപ്പെടുന്ന ആളുകൾ ഉണ്ടാവും.
ആളുകൾ ഉണ്ടാവുന്നല്ല. എല്ലാവർക്കും ഒരു ആശങ്കയാണ്, 10 പേരെന്റെ കൂടെ ഉണ്ടല്ലോ, അവരെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ആ സമയത്താണ് ലീഡേഴ്സിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അപ്ലൈ ലീഡേഴ്സിന്റെ വാല്യൂ നമുക്ക് തിരിച്ചറിയുന്നത്, അപ്ലൈ ലീഡേഴ്സിന്റെ സഹായം നമുക്ക് വേണ്ടത്. അപ്ലൈ ലീഡേഴ്സിനെ അല്ലാത്ത സമയത്ത് നിങ്ങൾ 24 മണിക്കൂറും കുറ്റവും കുറവും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു നടന്നോളൂ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് പിന്നീട് തിരിച്ചറിയുന്ന ഒരു സമയം വരും. അത് കാരണം നമ്മുടെ ലീഡറായി മാറുമ്പോൾ നമുക്ക് താഴെ നിന്ന് അത് കിട്ടുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരവരുടെ ടീമിന് അത് നല്ലതാണ്. അത്രേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, ഇവരെ നമ്മൾ എന്താണ് ഒന്ന് പാകപ്പെടുത്തിയെടുക്കണ്ടേ. ഇവരെന്ത് ചെയ്യണമെന്ന് ലീഡർ, ഈ കൊണ്ടുവന്ന ആളുകൾക്കും അറിയില്ല, വന്നിരിക്കുന്ന ആളുകൾക്കും എന്തറിയില്ല. ആ സമയത്താണ് അവിടത്തേക്ക് ഒരു ലീഡറുടെ പ്രാധാന്യം വരുന്നത്. ആ ലീഡറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് അവരോട് നമ്മൾ ബിസിനസ് സംസാരിക്കും. അതിന്റെ പേരാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിൽ നമ്മുടെ ഒരു ലീഡർ വന്ന് പങ്കെടുത്ത് കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് സംസാരിപ്പിക്കണം. മാക്സിമം നമ്മൾക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ മുന്നിൽ നിന്ന് നമ്മൾ സംസാരിക്കണം. ലീഡറെ വിളിച്ചോളൂ, വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിലും FSSലും RTPയിലും പങ്കെടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് സംസാരിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല, വിഷയ ദാരിദ്ര്യമോ കാണില്ല, വാക്കുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. സംസാര ദുഃഖം എന്ന് പറയുന്ന ആ ഒരൊറ്റ കാര്യം നമുക്ക് അനുഭവപ്പെടില്ല. പക്ഷെ അത് നിരന്തരമായിട്ട് നമ്മൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരിക്കണം. കിട്ടുന്ന ഏത് സമയത്തും നമ്മൾ ചാടിക്കേറി മൈക്കെടുക്കാനും സംസാരിക്കാനുള്ള ചങ്കൂറ്റം കാണിച്ചിരിക്കണം. ഇത് നാളുകളിൽ വലിയ സംഭവമായിട്ട് നമ്മളെ മാറ്റും, അതിലൊരു സംശയവും. അപ്പൊ അതിൻ്റെ അകത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റും കാര്യങ്ങളൊക്കെ തന്നെ വിളിച്ചിത് ബോധ്യപ്പെടുത്തണം. ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് ലീഡേഴ്സിനെ വിളിച്ചോളൂ, അത് കൺക്ലൂഡ് ചെയ്യാൻ മാത്രം ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി എഴുതി വെച്ച് പഠിച്ച് റെഡിയാക്കിയതിന് ശേഷം മറ്റുള്ളവരെ സമീപിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. മാക്സിമം നമുക്ക് സംസാരിക്കാനുള്ള അവസരവും, നമ്മൾ അവരുടെ ലീഡറാണ് ഞാൻ എന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ ഒരു കാരണവശാലും പാഴാക്കാൻ പാടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീഡർ നമുക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി തരണം. കാരണം ലീഡറെ നമ്മൾ വിളിച്ചു കൊണ്ടുവന്നത് ഞാനാണ് സൂപ്പർ ലീഡർ എന്ന് പറയുന്ന ആ നാട്യം ഒരു കാരണവശാലും അവിടെ പാടില്ല. കാരണം ആ ലീഡറുടെ ഏറ്റവും വലിയ പണി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തിയെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാനും അയാൾക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കാനുമാണ്. അപ്പൊ അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പോയിന്റ്സും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുത്ത് അയാളെ മാക്സിമം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഒരു ലീഡറുടെ കടമ. എന്നിട്ട് അതിനെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ തന്നെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അത് അവസാനത്തെ ലാപ്പിൽ അത് പരിഹരിക്കുക എന്ന് പറയുന്നതാണ് ഒരു ലീഡറുടെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത്. ആ രൂപത്തിലാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റും കാര്യങ്ങളൊക്കെ തന്നെ നടത്തേണ്ടത്. പിന്നീട് നടക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റും കാര്യങ്ങളും, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് FSS എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്. എന്ന് പറയുന്നതില് അതൊരു അപാരമായിട്ടുള്ള, ഞാൻ ഈ ബിസിനസ്സിൽ കണ്ടതിന് 2007 മുതലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നോക്കുമ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ട്രെയിനിങ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് FSS ആണ്. ഒരു ലീഡറെ ഏത് രൂപത്തിലാണോ വാർത്തെടുക്കുന്നത്, ഒരു സംശയവും നിങ്ങൾ വിചാരിക്കണ്ട, ഏത് രൂപത്തിലാണോ ഒരു ലീഡേഴ്സ് ക്രിയേഷൻ നടക്കുന്നത്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കയറി വരുന്നത് ചേറിൽ നിന്നും ചെളിയിൽ നിന്നും, അതായത് നമ്മളുടെ ഇന്നത്തെ ഈ സമൂഹത്തിൽ നിന്ന്. ആ സമൂഹത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അങ്ങേയറ്റം വഷളായി നിൽക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ കയറി വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് കയറി വരുന്ന സമയത്ത് ആ മാനസികാവസ്ഥയുമായിട്ട് ഒരു കാരണവശാലും ഈ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ടോട്ടലി ചേഞ്ച് ആവണം. നമ്മൾ കൊണ്ടുവരുന്ന വ്യക്തികൾ ടോട്ടലി ചേഞ്ച് ആവണം. അതിൻ്റെ അകത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ FSS എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ലോകത്ത് 2 തരത്തിലുള്ള ചിന്താഗതി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ചിന്താഗതി ഉണ്ട്, അത് സംഗതി നേരാ, നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു തിയറി ഉണ്ട്, അതിനങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അത് ഈ രൂപത്തിലൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കും മറ്റുള്ളവരിലേക്കും ഇംപ്ലിമെന്റ് ചെയ്യാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യമായിട്ടാണ്. അതിൽ ഒന്നാമത്തെ എന്താന്ന് പറഞ്ഞു നോക്കിയാൽ, പോസിറ്റീവ് തിങ്കിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സാധനം ലോകത്തുണ്ട്.
അതുപോലെ തന്നെ നെഗറ്റീവ് തിങ്കിങ് ആറ്റിറ്റ്യൂഡ്. ഈ രണ്ട് കാര്യങ്ങൾ, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴേ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ, അതിലൊരു സംശയമില്ല, എപ്പോഴേ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അത് യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ട്രെയിനിങ്ങിലൂടെയാണെന്നുള്ളതാണ് അതിന്റെ സത്യം. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോസിറ്റീവ് തിങ്കിങ് ആറ്റിറ്റ്യൂഡ്. നെഗറ്റീവിനെ മാറ്റി നിർത്തണം, ഒരു സംശയം അക്കാര്യത്തിലില്ല. കാരണം ഈ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എനർജി എന്ന് പറയുന്നത്. എനർജി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. നമ്മൾ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ എനർജി നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളായിട്ട് നമ്മൾ കൂട്ടുകൂടുന്ന സമയത്ത്, ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത്, ഇഷ്ടപ്പെടാത്ത ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത്, അതായത് നമുക്കിഷ്ടമില്ലാത്തത് എന്തൊക്കെയാണോ അവിടെയൊക്കെ തന്നെ നമ്മുടെ സാന്നിധ്യം എപ്പോഴൊക്കെ ഉണ്ടാവുന്നുവോ അപ്പോഴൊക്കെ തന്നെ നമ്മുടെ എനർജി നഷ്ടപ്പെടും. എനർജി നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ക്ലാരിറ്റി നഷ്ടപ്പെടും, ഒരു സംശയമില്ല. കാരണം ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെ ചെയ്യണം, എന്തിനിത് നമ്മൾ ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം. അത് ഉറപ്പ് വരുത്തുക മാത്രമല്ല, അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. അത് നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം, ഒരു സംശയ കാര്യത്തിലില്ല. അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാം, സ്ഥിരമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റൂ. അല്ലാണ്ട് ഒരു പ്രാവശ്യം ചെയ്തു, 2 പ്രാവശ്യം ചെയ്തു, 3 പ്രാവശ്യം ചെയ്തു, അതും ഇടവിട്ട് ചെയ്യുകയാണ്. ഇടവിട്ട് ചെയ്യാന്ന് പറഞ്ഞു നോക്കിയാൽ, ഒരാഴ്ചക്ക് ഇടവിട്ടിട്ട് ഒരാളെ കേൾപ്പിക്കുക, ഒരാഴ്ച കഴിഞ്ഞിട്ട് അയാളെ എന്താണ് ഫോളോ അപ്പ് ചെയ്യുക, ഒരാഴ്ച കഴിഞ്ഞ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, അവിടുന്ന് 2 മാസം കഴിഞ്ഞ് വീണ്ടും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് ഇതിങ്ങനെ വലിയ വലിയ ഗ്യാപ്പ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കൺസിസ്റ്റൻസി, അതിന്റെ സ്ഥിരത നഷ്ടപ്പെട്ടു. ആ സ്ഥിരത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സും നഷ്ടപ്പെടും, നമ്മൾ ബിസിനസ്സിൽ ഉണ്ടാവില്ല, അതിലൊരു സംശയമില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എനർജി വേണമെങ്കിൽ, ക്ലാരിറ്റി വേണമെങ്കിൽ, കൺസിസ്റ്റൻസി വേണമെങ്കിൽ, സ്ഥിരത വേണമെങ്കിൽ ലേണിംഗ് നിർബന്ധമാണ്, പഠനം നിർബന്ധമാണ്. പഠനമില്ലാത്ത ഒരു സ്ഥലത്തും ഒരു റിസൾട്ടും ഉണ്ടാവില്ല, അപ്പൊ അത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അപ്പൊ ഞാൻ സംസാരിച്ച് വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, FSS എന്ന് പറയുന്ന സാധനം വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം. ഒരു മനുഷ്യനെ മാറ്റിമറിക്കുക, നെഗറ്റീവ് എന്ന് പറയുന്ന പടുകുഴിയിൽ നിന്ന് പോസിറ്റീവ് എന്ന് പറയുന്ന ഉന്നതിയിലേക്ക്. അത് ബിസിനസ്സിൽ മാത്രമൊന്നുമല്ല കേട്ടോ, അവനവന്റെ ഫാമിലിക്ക് പോലും, അവനവന്റെ കൂട്ടുകാര്, അവനവന്റെ സൊസൈറ്റിക്ക് പോലും ഏറ്റവും വലിയ സംഭാവന നൽകുന്ന ഒരു ട്രെയിനിങ് ആണ് FSS എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എന്തെന്ന്, പോസിറ്റീവ് തിങ്കിങ് ആറ്റിറ്റ്യൂഡ്. നെഗറ്റീവ് എന്ന് പറയുന്ന സാധനത്തിന് ഒഴിവാക്കുക. കുട്ടികളോടൊപ്പം ആയാലും, ഭാര്യയോടൊപ്പം ആയാലും, അമ്മയോടൊപ്പം ആയാലും, അച്ഛനോടൊപ്പം ആയാലും, നമ്മുടെ ഫാമിലിയിലും സുഹൃത്തുക്കളിലും എല്ലാം നമ്മൾ ഏത് സമയവും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പോസിറ്റീവ് തിങ്കിങ് ആറ്റിറ്റ്യൂഡ്. ഞാൻ ആദ്യമായിട്ട് FSSൽ അത് മനസ്സിലാക്കുന്നത്. പിന്നെന്താണ് ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ്? അതൊക്കെ നമ്മളുടെ എന്താണ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു സാധനമാണ് ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു ഇതാണ് എന്താണ് ഹൈ തിങ്കിങ് കഴിഞ്ഞാൽ ബിസിനസ് മാൻ ആറ്റിറ്റ്യൂഡ്. അതൊക്കെ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഒരു വളർച്ച എന്ത് വേണം, സാധാരണഗതിയിൽ ഞാൻ ഈ ബിസിനസ്സിൽ വന്നില്ലെങ്കിൽ, സാധാരണ വേളം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ച് എങ്ങനെയൊക്കെയോ ബാങ്ക് ജോലിയും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ് ഫാമിലിയിൽ എത്തുന്നു, ജീവിക്കുന്നു, അങ്ങനെ മരിച്ചു പോകേണ്ട ഒരു സ്ഥലത്ത് നിന്നാണ് ലോകത്തെ ചൂണ്ടിക്കാണിച്ച് തന്ന ലോകത്തിന്റെ നെറുകയിലേക്ക് നമ്മളെ ഓരോരുത്തരെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ വേറെ കണ്ടിട്ടില്ല. കാരണം ആ രൂപത്തിലാണ് നമ്മളെ മാറ്റിമറിക്കുന്നത്. ആ രൂപത്തിലാണ് കാരുണ്യം, ദയ, സഹായം, മറ്റുള്ള എന്ന് വേണ്ട എല്ലാ മേഖലകളിലും ഒരാളോട് എങ്ങനെ സംസാരിക്കണം സൗമ്യമായിട്ട്, കുട്ടികളോട് എങ്ങനെ സംസാരിക്കണം, ഭാര്യയോട് എങ്ങനെ സംസാരിക്കണം, സുഹൃത്തിനോട് എങ്ങനെ, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു സാധനമാണിത്. പിന്നീട് സമൂഹത്തിൽ നിന്ന് വരുന്ന നെഗറ്റീവും കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥത എപ്പോഴാണോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്, അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ പോസിറ്റീവ് എയറിലാണ്, ഒരു സംശയമില്ല. ആ പോസിറ്റീവ്, ആ ഓറ നിങ്ങൾ എന്ത് ചെയ്യും, വലയം വെച്ചിരിക്കും. ആ ഓറ, പോസിറ്റീവ് ഓറ, അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് FSS എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഇത് RTP എന്ന് പറയുന്നത്. RTP എന്ന് പറയുന്ന ആ ട്രെയിനിങ് പ്രോഗ്രാമില്ല, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം. 2 ദിവസത്തെ പ്രോഗ്രാം നടക്കും. 3 ദിവസത്തെ സ്വാഭാവികമായിട്ടുണ്ട്, 4 ദിവസത്തെ നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഞാൻ ഏറ്റവും ദൂരത്ത് പങ്കെടുത്തത് 3 ദിവസത്തെ ട്രെയിനിങ് ആണ്. മൂന്നാറിലെ എന്താണ് മറയൂരിലെ ചന്ദനക്കാടുകളില്
അവിടെയാണ് 3 ദിവസം. സുരേന്ദ്രേട്ടൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിലുള്ള ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. സുരേന്ദ്രേട്ടൻ എന്തായാലും ഉണ്ടാവും. 3 ദിവസത്തെ അതൊക്കെ നമ്മുടെ ലൈഫ് മാറ്റിമറിച്ചൊരു സാധനം ഉണ്ട്. എല്ലാം പൊറുക്കാനും എല്ലാം സഹിക്കാനും എല്ലാം പൊറുത്തും സഹിച്ചും നമ്മുടെ ശത്രുക്കളോട് കണ്ണിൽ നോക്കി സംസാരിക്കാനും ചിരിച്ചുകൊണ്ട് സംസാരിക്കാനും ചിരിച്ചു നിൽക്കാനും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും അതിനെയൊക്കെ ചിരിച്ച് നേരിടാനുള്ള ഒരു പരുവത്തിലേക്ക് കൊണ്ടുവരുന്ന സാധനമാട്ടോ ഈ RTP എന്ന് പറയുന്നത്. നമ്മളെ കണ്ടെത്തുന്ന ഒരു സാധനമാണ്. നമ്മളിലുള്ള കഴിവുകളെ നമ്മൾ കണ്ടെത്തുകയാണ്. ലീഡേഴ്സ് ചൂണ്ടിക്കാണിച്ചു തരും, അതിലൊരു സംശയമില്ല. നിനക്കത് പറ്റും, നിനക്ക് GTS എടുക്കാൻ പറ്റും, നിനക്ക് FSS എടുക്കാൻ പറ്റും, നിനക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് എടുക്കാൻ പറ്റും, നിനക്ക് സ്വാഭാവികമായിട്ടും 1 to 1 പറയാൻ പറ്റും, നിനക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണോ പറ്റുന്നത് അത് മുഴുവൻ ചൂണ്ടിക്കാണിച്ച് അവർ തരും. നിനക്കത് പറ്റും 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 നിരന്തരമായിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ആ പറ്റും എന്ന് പറയുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ലീഡറാ ചെയ്യരുത്, തള്ളിപ്പറയരുത്. കാരണം നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് മറ്റുള്ളവർക്കാണ്. കഴിവും കാര്യമൊക്കെ നമുക്കുണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് തട്ടി ഉണർത്തി കൊണ്ടുവരുന്ന കാര്യത്തിൽ ലീഡേഴ്സിന് വലിയ പങ്കുണ്ട്. അവർ പറയുന്നതിനെ ഒരു കാരണവശാലും തള്ളിക്കളയരുത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മളിൽ നമ്മളെ കണ്ടെത്തുന്നത്. അത് സുമാർ അഴീക്കോടും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അതിനെ ചർച്ച ചെയ്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവൊക്കെയാണ്. നമ്മളിൽ നമ്മളെ കണ്ടെത്തുന്ന, ആ നമ്മളിൽ നമ്മളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രാധാന്യമുള്ള 2 പ്രോഗ്രാമുകളാണ്. ഒന്ന് RTP, ഒന്ന് LTP. RTP എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം, LTP എന്ന് പറയുന്നത് ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. ഇതൊക്കെ നമ്മൾ 1 or 2 അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് ഒന്നും സംഭവിക്കില്ല കേട്ടോ. ഒരു സാധാരണ മനുഷ്യൻ പോലെ, സാധാരണ ദിവസം പോലെ, സാധാരണ പകൽ പോലെ, രാത്രി പോലെ കടന്നു പോകും, ഒന്നും സംഭവിക്കില്ല. പക്ഷെ അത് നിങ്ങളൊരു 5ഉം 10ഉം ട്രെയിനിങ്. അപ്പൊ നിങ്ങൾ ചോദിക്കൂ 2500 കൊടുക്കണ്ടേ, 3000 കൊടുക്കണ്ടേ, 5000 കൊടുക്കണ്ടേ എന്നുള്ളത്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത, എത്ര ലക്ഷങ്ങളും കോടികളും കൊടുത്താൽ കിട്ടാത്ത സാധനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, എനിക്ക് കിട്ടുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. അതിനറിയണമെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വലിയൊരു ട്രെയിനറാണ് PP വിജയൻ എന്ന് പറയുന്നത്. PP വിജയൻ എന്ന് പറയുന്ന ട്രെയിനർ 2 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട്. 2 ദിവസത്തെ ട്രെയിനിങ്ങിന് നമ്മൾ രാവിലെ 9:30 മണിക്ക് അവിടെ ചെല്ലണം. 5 മണി വരെ 6 മണി വരെ ട്രെയിനിങ് ഉണ്ടാവും. അത് കഴിച്ച് നമ്മൾ തിരിച്ചു പോരണം. പിറ്റേ ദിവസവും നമ്മൾ രാവിലെ അവിടെ ചെല്ലണം. ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. 5 മണി വരെ 6 മണി വരെ നമ്മൾ അവിടെ ചെലവഴിച്ച് മറ്റുള്ള ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് നമ്മൾ തിരിച്ചു പോരണം. അതിന്റെ ഫീസ് എത്രയാണെന്നറിയോ നിങ്ങൾ? 15,000 രൂപയാണ്. ആ 15,000 രൂപ എന്ന് പറയുന്നത് ഞാൻ അതിനെ വിലയിട്ടതല്ല, ഞാൻ അയാളൊരു വിലയിട്ടത് കൊണ്ട് വിലയിട്ടതാണ്. ആ ഒരു കാരണവശാലും അതിനെയൊന്നും നമുക്ക് വിലയിടാൻ പറ്റില്ല, ഒരു കാരണവശാലും വിലയിടാൻ പറ്റില്ല. ഇവിടെ നമ്മൾ 2300 2500 എന്നെല്ലാം പറയുന്നവർ ഇങ്ങനെ ഞെട്ടിപ്പോവാണ്. എന്താ ഇത് സംഭവം എന്ന് വിചാരിച്ചിട്ട്. കോർപ്പറേറ്റ് ട്രെയിനിങ്ങിനെ പറ്റി നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. കോർപ്പറേറ്റ് ട്രെയിനിങ് വിദേശ രാജ്യങ്ങളിലൊക്കെ വെച്ച് നടത്തുന്ന യുക്രൈൻ പിന്നെ എഴുതിയ കക്ഷിയുടെ പേരെന്തായിരുന്നു, മറന്നുപോയി. അവരൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് ശിവകേര, അതെ അതെ, ശിവകേരനെല്ലാം ട്രെയിനിങ് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടില്. കോഴിക്കോട് വെച്ച് നടക്കുന്ന, എറണാകുളത്തും തിരുവനന്തപുരത്തും ഡൽഹിയിലും ചെന്നൈയിലും ഒക്കെ വെച്ചിട്ട് വിദേശത്തു നിന്ന് അയാൾ വന്നിട്ട് ഇവിടെ ട്രെയിനിങ് നടത്തുന്നുണ്ട്. അതിനെല്ലാം ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് ആൾക്കാർ ട്രെയിനിങ്ങിലേക്ക് ഇടിച്ചു കയറുന്നത്. അത് 1 or 2 ദിവസം മാത്രമേ ട്രെയിനിങ്ങിന്റെ ഡേറ്റ് അവർ പ്രഖ്യാപിക്കൂ. ആ ട്രെയിനിങ് പ്രഖ്യാപിച്ച് മണിക്കൂറുകളിൽ ഉള്ളിൽ അത് ക്ലോസ് ചെയ്യപ്പെടും. അത് വെറുതെ നടക്കുന്നതല്ല. ഇവിടെ അതിനേക്കാളും വലിയ സംഭവം നമുക്ക് കിട്ടുന്നത്. RTP LTP എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഓരോ ടീമും ഓരോ പേരും കാര്യങ്ങൾ ആറെന്നെല്ലാം പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ ഇട്ടിട്ട് തന്നെ വിളിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതെ നമുക്ക് പറ്റില്ലെന്നേ. ഇത് നമ്മളായി മാറണ്ടേ, നമ്മളൊരു ശുദ്ധ മനുഷ്യനായി മാറണ്ടേ, നമുക്ക് നല്ലൊരു ലൈഫില്ലേ, അതിലേക്ക് നമ്മൾ മാറണ്ടേ. തീർച്ചയായിട്ടും നമ്മൾ മാറണം. അങ്ങനെ മാറണമെങ്കിൽ ഇത് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ആളുകളിൽ 2 തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്, ഒന്ന് മെയിൻ്റനൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് രണ്ടും എല്ലാവരിലുള്ള ഒരു സാധനമാണ് മെയിൻ്റനൻസ് മൈൻഡ് സെറ്റ്. അതായത് ഒരു ജോബ് മൈൻഡ് സെറ്റ് എല്ലാവരിലും ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള കക്ഷിനെ കണ്ടാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവർ നടക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ തലയെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് ആ ഒടുക്കത്തെ കോൺഫിഡൻറ്റോട് കൂടി അവർ സംസാരിക്കുക.
അവരുടെ വാക്കുകളിലൊക്കെ തന്നെ ഒടുക്കത്തെ കോൺഫിഡന്റ് ആയിരിക്കും. അവരെ എപ്പോഴും ഗ്രോത്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും, വളർച്ചയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും, നാളുകളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച്, അടുത്ത വർഷത്തെ ടേൺ ഓവറിനെ കുറിച്ച്, അടുത്ത വർഷം ഉണ്ടാകുന്ന വരുമാനത്തെ കുറിച്ച്, അടുത്ത വർഷം സാധാരണഗതിയിലുള്ള ഒരു ബിസിനസ്സുകാരനാണ് അടുത്ത വർഷങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ഫ്രാഞ്ചൈസികളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും നിരന്തരമായിട്ട്. അതായത് മെയിൻ്റെനൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ അകത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് മൈൻഡ് സെറ്റ് ഉള്ള കക്ഷികളായിരിക്കും. ഓരെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് നിങ്ങളൊന്ന് സംസാരിക്കുക. നിങ്ങളുടെ ഈ പറഞ്ഞ തരത്തിലുള്ള സാധനം ഉണ്ടാവും. അവരുമായിട്ട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റിൽ 100 കുറ്റം പറഞ്ഞു തരും. നമുക്ക് കമ്പനിയെ പറ്റിയുള്ള കുറ്റം ഉണ്ടാവും, പ്രൊഡക്റ്റിനെ പറ്റിയുള്ള കുറ്റം ഉണ്ടാവും, കൂടെ വന്നവന്റെ കുറ്റം ഉണ്ടാവും, അപ്ലൈ ലീഡറുടെ കുറ്റം ഉണ്ടാവും. സകലമാന കുറ്റങ്ങളും ഒരു 10 മിനിറ്റിൽ 100 കുറ്റങ്ങൾ മൂപ്പര് പറഞ്ഞു തരും എല്ലാവരെ പറ്റിയും. അവരെപ്പോഴും എന്താന്ന് പറഞ്ഞാൽ താഴോട്ട് നോക്കിയേ നടക്കും. താഴോട്ട് നോക്കി നടക്കുന്നത് കൊണ്ട് തന്നെ അയാൾ എന്തിനാ അങ്ങനെ നടക്കുന്നതെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, താഴെയല്ലേ ചളി കിടക്കുന്നത്, മുള്ളു കിടക്കുന്നത്, കല്ല് കിടക്കുന്നത്. ഇവൻ നിരന്തരമായി ചളിയും മുള്ളും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ ഗ്രോത്ത് ഇല്ലാത്തത്. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളുടെ ബിസിനസ്സിലും അവരുടെ ടീമിലും, ഇപ്പൊ നിങ്ങളുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ഒരു ലീഡറുടെ ടീമിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാത്തൊന്നുമില്ല. പക്ഷെ അതിലൊന്നും ഒരു കാര്യമായ ഫോക്കസ് ഒന്നും കൊടുത്തില്ല. ഗ്രോത്തിന് മാത്രം ഫോക്കസ് കൊടുക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവരും അതിന്റെ പിറകെ നടന്നു പോകും. അപ്പൊ എനിക്ക് ഇത്രയാ പറയാനുള്ളത്. നമ്മുടെ ലൈഫ് മാറ്റിമറിക്കുന്ന ഒരു സാധനമാണ്. ലൈഫ് മാറ്റിമറിക്കുന്നതാണ് ഈ പ്രോഗ്രാമുകൾ. ആ പ്രോഗ്രാം തുടക്കത്തിൽ നമ്മൾ നമുക്ക് വേണ്ടി അറ്റൻഡ് ചെയ്യുന്നു, പിന്നീട് ബിസിനസ്സിന് വേണ്ടി നമ്മളത് പഠനം നടത്തുന്നു, പിന്നീട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അത് പാനം ചെയ്യുന്നു, നമ്മൾ പഠിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി അത് പറഞ്ഞു കൊടുക്കുന്നു. ഈ രൂപത്തിലേക്ക് നമ്മൾ മാറണം. നിങ്ങൾക്ക് FSS അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ നിർത്തിക്കോളൂ. നിങ്ങൾ എപ്പോഴാണോ FSS എടുത്തു തുടങ്ങുന്നത് അന്ന് മുതൽ നിർത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിർത്താൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം എന്താണെന്നറിയോ? അപ്പോഴേക്കും നിങ്ങളുടെ കൂടെ പുതിയ ടീം വന്നിട്ടുണ്ടാവും. ആ ടീമിനെ കൊണ്ട് നിങ്ങൾ അവിടെ ഇരുത്തിയിരിക്കണം, അവരുടെ കൂടെ നിങ്ങൾ ഇരുത്തിയിരിക്കണം. അപ്പം നിങ്ങൾക്ക് അത് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഒരു സംശയമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ ഈ ടീം ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുവന്ന സമയത്ത് നിരാശ ഉണ്ടാവാം, തെറ്റുകൾ സ്വാഭാവികമാണ്, പരാതികളും പരിഭവങ്ങളും സ്വാഭാവികമാണ്, പിറകോട്ടടികൾ സ്വാഭാവികമാണ്. അത് ഈ ബിസിനസ്സിൽ എന്നല്ല, ഏത് ബിസിനസ്സിനും. പിന്നെ നമ്മൾ അറിയുന്ന ബിസിനസ് ഇതായത് കൊണ്ട് ഇതിൽ മാത്രമേ ഇങ്ങനെ ഉള്ളൂ ചിന്തിക്കരുത്. ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചിന്തിക്കരുത്. സ്വാഭാവികമായിട്ട് എല്ലാ മേഖലകളിലും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതിൽ നിന്നൊക്കെ തന്നെ പിറകോട്ട് വലിയ കാര്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് നടക്കും. അത് ഇതിലും ഉണ്ടാവും. അതിനെയൊക്കെ നമുക്ക് മറികടക്കണമെങ്കിൽ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറെ സൊല്യൂഷനുകളാണ്. ആ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് നമ്മൾ വരണമെങ്കിൽ ആദ്യം നമ്മൾ തിയറി പഠിച്ചിരിക്കണം. ആ സയൻസ് ഗ്രൂപ്പിൽ എടുത്തിരിക്കുന്ന ആളുകളില്ലേ, അവരോട് ചോദിച്ചാൽ മതി. അവർ പ്രാക്ടിക്കൽ നടക്കുന്ന ലാബിലാണ്. പക്ഷെ ആദ്യം അത് നടക്കുന്നത് അതിന്റെ തിയറി നടക്കുന്നത് ക്ലാസ് റൂമിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ക്ലാസ് റൂം ഓറിയന്റൽ ബിസിനസ് ആണിത്. ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുകയും ഫീൽഡിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അതിൽ നിന്ന് ഒരു കാരണവശാലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. എത്രത്തോളം പ്രതിസന്ധി നമുക്ക് വരുന്നോ, എത്രത്തോളം പ്രശ്നങ്ങൾ നമുക്ക് വരുന്നോ, അത്രത്തോളം നമ്മൾ സ്ഫുടം ചെയ്യപ്പെടും. എത്രത്തോളം മതി വരുന്നോ, നമ്മളെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മളെ തേടി വരണം എന്ന് പറയുന്ന ചിന്താഗതിക്കാരനാണ് ഞാൻ. ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ വരണം. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾക്ക് കാരിരുമ്പിന്റെ കരുത്ത് നൽകും. ഒരു പ്രശ്നമില്ലാത്ത ആളുകളൊക്കെ തന്നെ ബ്രോയിലർ കോഴിയിലോട്ടുണ്ടാവും. ബ്രോയിലർ കോഴി പോലെ ഉണ്ടാവും. ഒന്നിനും കൊള്ളാത്ത സാധനമായിരിക്കും, പ്രശ്നങ്ങളില്ലാത്ത. ഇനി ഏതെങ്കിലും സമയത്ത് ഒരു പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ വളർന്നു വരുന്ന കക്ഷികളാണെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ചീട്ട് കൊട്ടാരം പോലെ തരിപ്പണാവും. ചീട്ട് കൊട്ടാരം പോലെ തകർന്ന് തരിപ്പണാവും. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരണം എന്ന് പറയാ, എന്നാലേ നടക്കൂ. നഷ്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരണം. അതാണ്. ആ നഷ്ടങ്ങളെയൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആസ്വദിക്കാൻ നമുക്ക് പറ്റണം. കാരണം ഞാൻ അവസാനിപ്പിക്കാൻ പോവാ, സമയത്തിന്റെ ഒരു ഇതുണ്ട്. കാരണം എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്നത് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് അയാൾ എപ്പോഴും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ ഒരു സുപ്രഭാതത്തിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പരീക്ഷണശാല കത്തിയാമർന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പരീക്ഷണശാല കത്തിയാമർന്നു. കത്തിയാമർന്ന സമയത്ത്
മകൻ ഓടിച്ചെന്നിട്ട് അച്ഛനെ നോക്കുന്ന സമയത്ത് കാണുന്നത് എന്താന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുന്ന അച്ഛനാണ്. ആ അച്ഛൻ മകനോട് പറഞ്ഞത് അമ്മയെ വിളിച്ചുകൊണ്ട് ഒരു ഇതൊന്ന് കാണിച്ചു കൊടുക്കൂ. കാരണം ജീവിതത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച അവൾക്ക് കാണാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ ആ കത്തിജ്വലിക്കുന്ന ആ കാര്യത്തിലൊക്കെ തന്നെ എന്താണ് പോസിറ്റീവായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് പറയുന്ന സമയത്ത് മകന് വെറുപ്പ് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛന് ഭ്രാന്താണോ എന്ന്. അപ്പം അച്ഛൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്. എന്താണ് പോസിറ്റീവ് തിങ്കിങ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞ മറുപടി ഇതാണ്: നമ്മുടെ അബദ്ധങ്ങൾ മുഴുവൻ കത്തിച്ചാമ്പലായിരിക്കുന്നു, ഇനി പുതിയത് തുടങ്ങാനുള്ള സമയമായി. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. എന്നാലേ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് കുതിക്കാൻ പറ്റൂ. ഒരു സംശയവും കാര്യത്തിലില്ല. ഇനി നമ്മൾക്കിപ്പോ എന്താണ്, എല്ലാവരും ഇങ്ങനെ വിചാരിക്കുക എന്താണ്, എനിക്കിത് പറ്റില്ല, അത് പറ്റില്ല, എനിക്ക് വിദ്യാഭ്യാസം അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്കിതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ഇല്ല, എനിക്കിത് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവാം. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. എന്നാൽ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തപ്പെട്ട മുഴുവൻ മനുഷ്യരും, നേട്ടങ്ങൾ കൊയ്തെടുത്തിരിക്കുന്ന മുഴുവൻ മനുഷ്യരും എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് ഒറ്റ മറുപടിയുള്ളൂ: അവരൊക്കെ തന്നെ വരുന്നത് ബിഗ് സീറോയിൽ നിന്നാണ്. ഒരു സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട. എല്ലാവരും വരുന്നത് അങ്ങനെയാണ്. ഒരു കഴിവും കാര്യവും ഇല്ലാത്ത ആളുകളാണ്. ആരെ നിങ്ങൾ എടുത്ത, കേരളത്തിലെടുത്തോ, നിങ്ങൾ ഗോകുലം ഗോപാലൻ ചേട്ടനെ എടുത്തോ, യൂസഫ് അലി സാറിനെ എടുത്തോ, ഇവരിതൊക്കെ തന്നെ ആ ഒരവസ്ഥയിലാണ് വരുന്നത്. ഇനി അവരുടെ ഒക്കെ തന്നെ എന്താണ്, എന്നെ ഏറ്റവും കൂടുതൽ ഹഠാത് ആകർഷിച്ച ഒരൊറ്റ സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ സ്റ്റോറി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്നെ ഏറ്റവും ആകർഷിച്ചത്, ഞാൻ ഏറ്റവും കൂടുതൽ ശിവകേര അദ്ദേഹത്തിന്റെ യു ക്യാൻ വിന്നിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റോറിയാണിത്. അതായത് 4-ാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ച് കാലുകൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ട് നടക്കാൻ പറ്റില്ലെന്ന് ലോകത്തെ ഭിഷഗ്വരന്മാർ മുഴുവൻ വിധി എഴുതിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. 8-ാമത്തെ വയസ്സിലെത്തുന്ന സമയത്ത് കുട്ടി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നടക്കണം, എനിക്ക് കോല് കുത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ നടക്കുന്നു. കോല് കുത്തിപ്പിടിച്ച് മെല്ലെ നടക്കുന്ന സമയത്ത് ഒരുപാട് വീണിട്ടുണ്ട്, ഒരുപാട് എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. 13-ാമത്തെ വയസ്സിലെത്തിയ സമയത്ത് ആ കുട്ടിയുടെ മറ്റുള്ളവരൊക്കെ തന്നെ അഹങ്കാരി എന്ന് വിളിച്ചിട്ടുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നടക്കാൻ പറ്റാത്ത, കാലിന് സ്വാധീനമില്ലാത്ത കുട്ടി 13-ാമത്തെ വയസ്സിൽ അമ്മയോട് പറഞ്ഞത് ഓട്ടക്കളത്തിൽ കൊണ്ട നിർത്തിത്ത. അങ്ങനെ ഓട്ടക്കളത്തിൽ കൊണ്ട നിർത്തിക്കൊടുത്ത് ഓട്ടം തുടങ്ങിയ സമയത്ത് കാലിന് സ്വാധീനമുള്ള ആളുകളൊക്കെ തന്നെ ഓടി ഫിനിഷ് ചെയ്ത സമയത്ത്, പാതി വഴിയിൽ വീണുപോയ സമയത്ത് ആ അമ്മ ഓടിച്ചെന്നിട്ട് ആ കുട്ടിയെ എടുത്തിട്ട് വലത് കണ്ണിലെ കണ്ണുനീര് ഇടത് കൈ കൊണ്ട് തുടച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തിന് മകളെ ഇങ്ങനെ നാണം കെടണം? എന്തിന് ആളുകൾ ഇങ്ങനെ കൂക്കി വിളിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും അത് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അമ്മയുടെ കണ്ണിലെ കണ്ണീര് തുടച്ചുകൊണ്ട് ആ കുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്: കാത്തിരിക്കും അമ്മേ, കാത്തിരിക്കൂ. ലോകം മുഴുവൻ എന്നെ അംഗീകരിക്കുന്ന ഒരു സമയം വരും, ഒരു കാലം വരും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. ആ കാത്തിരിപ്പിന്റെ റിസൾട്ടാണ് 1960 നടന്ന ഒളിമ്പിക്സിൽ 100 മീറ്ററിൽ, 400 മീറ്ററിൽ ഹഡിൽസിൽ സ്വർണം നേടിയിരിക്കുന്ന ആ പെൺകുട്ടിയുടെ പേരാണ് വിൽമ റുഡോൾഫ് എന്ന് പറയുന്നത്. ചരിത്രം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകും. എന്നെപ്പോലെ കഴിവില്ലാത്ത, നിങ്ങളെപ്പോലെ കഴിവില്ലാത്തതെന്ന് വിശ്വസിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്: നമ്മളെക്കാൾ കഴിവുള്ള ഒരാളും തന്നെ ഈ ഭൂമിയിലില്ല. ഈ ഭൂമിയിലില്ല. ഏതെങ്കിലും ഒരു തരത്തിലുള്ള കഴിവ് എനിക്കോ നിങ്ങൾക്കോ ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒന്നും കിട്ടില്ല, കിട്ടുന്നത് ഡെവലപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത് വലിയ നേട്ടങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, എല്ലാവർക്കും വിജയാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സാർ. ശരിക്കും